ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാഷൽ എപ്പിസോഡ് 11 ആണ്. ഇപ്പം വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഉത്സവമൊക്കെ തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ആ സൗണ്ട് കേൾക്കില്ല. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാര്യം നമ്മളെ വീഡിയോ കാണുന്ന മിക്കവരും ലൈക്ക് ഇടാതെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളെ ചാനൽ 1.4K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഇതുപോലെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. മാഷിൽ ആ ഡോറ് പൊളിച്ചിട്ട് ഏബിളിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏബിൾ പറയാണ്, നീ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഡിയോന്റെ മെഗാ ഈവൽനെസ്സിന് മുമ്പിൽ ജയിക്കാൻ പറ്റിയ ഒരേ ഒരാൾ അത് ഡിവൈൻ മിസ്റ്ററി ആയിരിക്കുമെന്ന്. പക്ഷേ നീ ജയിച്ചിട്ട് വന്നു. അപ്പോൾ മാഷിൽ മനസ്സാലോചിക്കുകയാണ്, അയ്യോ ഇനി അവൻ പിടിച്ചു, എനിക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് മാഷിലെ ജീവൻ വീഴുന്നത്. പക്ഷെ നീ ശരിക്കും സ്ട്രോങ്ങർ ആണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിനക്ക് മനസ്സിലാവും എന്ന് ഏബിൾ പറയുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വീക്കായിട്ടുള്ളവരെ രക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളുടെ കൈൻഡ്നെസ് അവരവരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റും. ഏബിൾ എന്തിനാ പറയുമ്പോൾ മാഷിൽ പറയാണ്, അപ്പോൾ മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഏബിൾ പറയാണ്, അങ്ങനെയുള്ളവർ വെറും വേസ്റ്റ് ആൻഡ് ട്രാഷ് ആണ്, അവരെ സ്റ്റാർട്ടിങ്ങിലെ കൊല്ലണം. അതുപോലെ തന്നെ മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്തവരെ വളർത്തി വലുതാക്കുന്നവരെയും ആദ്യപ്പോഴേ കൊല്ലണം എന്ന് ഏബിൾ പറയുകയാണ്. അപ്പോൾ മാഷിൽ അവൻ്റെ ചെറുപ്പകാലത്തിനെ പറ്റി ആലോചിക്കുകയാണ്. അവൻ്റെ അച്ഛൻ എങ്ങനെയാണെന്ന് അവനെ നോക്കിയെന്ന് പറ്റി. നീ നന്നായിട്ട് ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നീ നന്നായിട്ട് ക്രീം പഫും കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് നിന്നെ ഒരു അഭിമാനം ഉണ്ടെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുകയാണ്. അപ്പോൾ മാഷിലൂടെ പറയാണ്, ഞാൻ നല്ലതാവണമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നിനക്ക് എതിരാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് മാഷ്. അതിനർത്ഥം നിനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഏബിൾ മാഷിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ട ആ പെണ്ണ് അവിടെ വരികയാണ്. ആ പെണ്ണിന്റെ പേര് ലവ് എന്നാണ്. അപ്പൊ ലവ് അവിടെ വരികയാണ് അവരെ ഫൈറ്റ് കാണാൻ വേണ്ടി. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അടുത്ത് ഇവരെ ഫൈറ്റ് കാണാൻ പറഞ്ഞിട്ട് അവളവിടെ നിൽക്കുകയാണ്. ഞാൻ വന്ന ടൈമിംഗ് എന്തായാലും കൊള്ളാം, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്ന് അവൾ ആലോചിക്കുകയാണ്. അതിന്റെ മാച്ചില് ഏബിളിന്റെ ഓരോ പപ്പിനെയോ അവ ഇടിച്ച് പൊട്ടിക്കുമ്പോൾ ഒരുമാതിരി ലിക്വിഡ് അവന്റെ മുഖത്താവുകയാണ്. അതൊരു ആസിഡാണ്. ഇത് ആസിഡാണ്. നിന്റെ മുഖത്തല്ലെങ്കിൽ ദേഹത്ത് വീഴുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഒരുമാതിരി മുറി വരുന്നതായിരിക്കും. അപ്പൊ മാഷില് അവിടെ വന്നൊരു പപ്പന്റെ തലയെടുത്തതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പപ്പിന്റെ ദേഹത്തും എറിയുകയാണ്. അപ്പൊ അവിടെയുള്ള പപ്പിറ്റ്സ് ഒക്കെ നശിച്ചു പോവുകയാണ്. നേരത്തെ പവർ ഇല്ലാത്തവരെ പറ്റി നീ എന്തോ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ നിന്നെ തോപ്പിക്കുകയാണെങ്കിൽ നീ ഒരു പവർ ഇല്ലാത്ത ഒരു കഴിവില്ലാത്തവനായി മാറുമെന്ന് ചോദിക്കുകയാണ് മാഷിൽ ഏബിൾ. ഞാൻ നിന്നെ തോപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് ലെമൺ തന്നേ പറ്റുള്ളൂ എന്ന് മാഷിൽ പറയാണ്. അപ്പൊ ഏബിൾ പറയുകയാണ്, എനിക്ക് നീ പറഞ്ഞ ലെമൺ ആണെന്ന് മനസ്സിലായില്ല, പക്ഷേ ഇവിടെ ഓരോ കുട്ടികളിൽ നിന്നും മാജിക് എടുക്കുകയാണെങ്കിൽ അത് എന്റെ റൈറ്റ് ആണ്. പവർ ഇല്ലാത്തവരിൽ നിന്നും പവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് വലിയ കുറ്റമല്ല, അതൊരാളുടെ റൈറ്റ് ആണെന്ന് ഏബിൾ പറയുകയാണ്. എന്നും പറഞ്ഞ് ഏബിളിനെ കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പവർ യൂസ് ചെയ്യുകയാണ്. എന്ന് പറയുമ്പോൾ അവൻ മാജിക്കിലെത്ത കുറച്ചുകൂടെ വലിയ വലിയ പപ്പറ്റ്സ് വരികയാണ് മാഷിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ മാഷിൽ അവിടെ വന്ന എല്ലാ ഡോൾസും ഇടിച്ചതിന് ശേഷം മാഷിൽ പറയാണ്, പവർ ഇല്ലാത്തവരെ പറ്റി നീ എന്തോ പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ തോപ്പിച്ച് കഴിയുകയാണെങ്കിൽ നീ ഇവരെല്ലാം റിലീസ് ചെയ്യേണ്ടി വരും എന്ന് മാഷിൽ പറയുകയാണ്. ഇവിടെ നിന്നും എസ്കേപ്പ് ആയാലോ എന്ന് ലവ് ആലോചിക്കുകയാണ്. ഞാൻ വിചാരിച്ചതിനെ കാട്ടി നീ സ്ട്രോങ്ങർ ആണ്, പക്ഷെ ഞാൻ ആലോചിച്ചതിന്റെ അത്രയും സ്ട്രോങ്ങർ അല്ല എന്നും പറഞ്ഞ് മാഷിലെ കൈ അവൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാണ്. പെട്ടെന്ന് മാഷിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന മാഷിലെ കൈ നിൽക്കുകയാണ്. അപ്പോൾ ഏബിൾ പറയാണ്, ഈ ഫൈറ്റ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗെയിം ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. പിറകില് ഫിന്നിന്റെ ഒരു പപ്പറ്റ് വെർഷൻ പിറകെ വരുന്നത്. അപ്പോൾ ഏബിൾ പറയാണ്, നിന്റെ മറ്റു സ്പൈക്കി ഹെഡ് ഫ്രണ്ടിനെ കിട്ടിയില്ല, അവൻ ഭയങ്കര വീക്ക്. ഏബിൾ സ്പൈക്കി ഹെഡ് അവൻ ഉദ്ദേശിച്ചത് ബാരറ്റിനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവനെ കൊണ്ടുവന്നതെന്ന് ഏബിൾ പറയുകയാണ്. പെട്ടെന്ന് പപ്പറ്റായ ഫിന്നിനെ കൊണ്ട് ഏബിള് മാഷിനെ അറ്റാക്ക് ചെയ്യുകയാണ്. മാഷിൽ എന്താണെന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് ഏബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വേറൊന്നുമല്ല, നീ അവന്റെ അറ്റാക്ക് മാറുകയാണെങ്കിൽ ഓവർ സ്ട്രിങ് കാരണം നിന്റെ ഫ്രണ്ട് പൊട്ടുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ നിന്റെ ഫ്രണ്ടിന്റെ അറ്റാക്ക് നീ കൊള്ളണം, ഇല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട് മൊത്തത്തിൽ ഡിസ്ട്രോയ് ആവും, അല്ലെങ്കിൽ നീ ഡിസ്ട്രോയ് ആവും എന്ന് ഏബിൾ പറയുകയാണ്. നിന്നെ പറഞ്ഞിട്ടും കാര്യമല്ല, നീ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഈ റൂൾസ് ഒക്കെ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്യുന്നതെന്ന് മാഷിൽ പറയുകയാണ്. അതിനുശേഷം ഏബിള് മാഷലിനെ ഫിന്നിനെ വെച്ച് നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മാഷിൽ പറയാണ്, നിർത്ത്, മതി, ഇനി അവൻ അറ്റാക്ക് ചെയ്യിപ്പിക്കേണ്ട എന്നെ കൊണ്ട്, നിനക്ക് വേണ്ട ഗോൾഡ് കോയിൻ അല്ലേ, ഇതാ എന്റെ ഗോൾഡ്സ്. അവന്റെ ഗോൾഡ് കോയിൻ എറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ മാഷലിന്റെ ഗോൾഡ് കോയിനെ കറങ്ങി പോയിട്ട് ഫിന്നിനെ കണക്ട് ചെയ്തിട്ടുള്ള ത്രെഡിനെ പൊടിച്ചിട്ട് മാഷിലെ കൈ തന്നെ തിരിച്ചു വരികയാണ്, ഒരു ബൂമറാങ്ങിനെ പോലെ. അപ്പൊ മാഷിൽ പറ, എടാ എന്റെ ഗോൾഡ് കോയിന് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എന്റെ കൈ തന്നെ തിരിച്ചു വന്നു എന്ന് പറയാണ് മാഷ്. ഒരു പൊട്ടിയ ഫിന്ന് അവിടെ ഹ്യൂമൻ ആവുന്നുണ്ട്. ഈ ദേഷ്യം പിടിച്ച ഏബിൾ മാഷിലെ ചുറ്റിലും ഓരോ ത്രെഡ് വെച്ച് കണക്ട് ചെയ്യുകയാണ്. എന്റെ ത്രെഡ് മാച്ചിങ്ങിന് മുമ്പിൽ ഒരു ഹ്യൂമൻ പോലും ജയിച്ചിട്ടില്ല എന്ന് ഏബിൾ പറയുകയാണ്. പെട്ടെന്ന് മാഷിൽ ഫ്രണ്ടിലോട്ട് വളയാൻ തുടങ്ങിയാണ്. അപ്പൊ തന്നെ ഏബിളിന്റെ ഒരു വിരൽ വളയാനും തുടങ്ങിയാണ്, ഒരു ത്രെഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ. അതിനുശേഷം മാഷിൽ ചാടി പോയിട്ട് ഏബിൾ മൊത്ത് ഒരു പഞ്ച് കൊടുക്കുകയാണ്. അപ്പൊ ഏബിള് മാരിയൂസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെല്ല് യൂസ് ചെയ്യുകയാണ്. അപ്പൊ മാഷിൽ ചെറുതായിട്ട് ഡോൾ ആവാൻ തുടങ്ങിയാണ്. അങ്ങനെ ഫുള്ളി ഡോൾ ആയിട്ടുള്ള മാഷിൽ അടുത്ത് പോയിട്ട് ഏബിൾ അവന്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് നോക്കിയാണ് ഗോൾഡ് കോയിൻ എടുക്കാൻ വേണ്ടി. പക്ഷെ പെട്ടെന്ന് ഏബിളിന്റെ കയ്യിൽ ഒരു സം കിട്ടുകയാണ്. എന്താണ് మన കയ്യിൽ നോക്കുമ്പോഴാണ് അത് ഡോളായി മാറിയ മാഷിൽ അവന്റെ മുഖത്ത് ഇടിക്കുകയാണ്. എന്നിട്ട് മാഷിൽ പറയാണ്, ഭാഗ്യം
എന്റെ ക്രീം ബഫിനൊന്നും പറ്റിയില്ല. ഇത് കണ്ട് ഏബിൾ ആലോചിക്കുകയാണ് ഇത് തന്നെ സംഭവിക്കുമെന്ന്. ഏബിളിന്റെ മാജിക് ബ്രെയിനിൽ നിന്നും വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇനി ഇത് സ്പൈനൽ റിഫ്ലക്സ് ആണോ എന്ന് ഏബിൾ ആലോചിക്കുകയാണ്. എന്താണ് സ്പൈനൽ റിഫ്ലക്സ്? ഇപ്പൊ നമ്മൾ ചൂടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ തൊടുമ്പോഴും ഒരു മൂർച്ചുള്ളൊരു സംഭവം നമ്മളെ കാലിൽ വീഴുമ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ റെസ്പോൺസ് എക്സ്പ്രസ് ചെയ്യും. തന്നെ ബ്രെയിൻ അവരുടെ മെസ്സേജസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൊണ്ട് സ്പീഡി പാസ് ചെയ്യും. അത് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ബൈപ്പാസിക്കൽ ഷോർട്ട് കട്ടാണ്. മാഷലിന് ആ ഒരു ക്രീം ബഫ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ മാഷലിലെ മസിൽ റിഫ്ലക്സ് അവിടെ വർക്കൗട്ട് ആയത്. അങ്ങനെയാണ് അവനൊരു സാധാരണ പപ്പറ്റിൽ നിന്നും ഒരു ഹ്യൂമനിലോട്ട് മാറിയത് എന്ന് ഏബിൾ ആലോചിക്കുകയാണ്. നീ എത്ര ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാലും നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഏബിൾ ഇത്രയും നേരം അത്രയും പിള്ളേരിൽ നിന്നും എക്സ്ട്രാക്ട് എടുത്ത മാജിക് അവിടെ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുകയാണ്. അവന്റെ മാരിയോ സെക്കൻഡ് യൂസ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഒരു വലിയൊരു ബൊമ്മ സ്പോൺ ആവുകയാണ്. അവിടെ 3 തലയുള്ള, അതായത് ഏബിളിന്റെ കയ്യിലുള്ള ഒരു ബൊമ്മേന്റെ 3 തലയുള്ള ഒരു വേർഷൻ ആണ് അവിടെ വന്നത്. എന്നെ ടേബിൾ അവനിപ്പോ യൂസ് ചെയ്ത മാജിക് മാഷലിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു 3 തലയുള്ള ബൊമ്മ 100 മീറ്റർ റേഡിയസിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും ത്രെഡിലാക്കും, എന്നിട്ട് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ 100 മീറ്റർ റേഡിയസിലുള്ള എല്ലാ മനുഷ്യരും ഡോളായി മാറും. സൈഡിൽ നിന്നും കളി കണ്ടുകൊണ്ടിരുന്ന ലവ് വരെ പേടിച്ചു പോവുകയാണ് അവളും ഡോളായി മാറുമെന്ന് പേടിച്ചിട്ട്. ഇതിൽ നിന്നും നിനക്ക് ജയിക്കാൻ പറ്റൂല, ഇതിൽ നിന്ന് നിനക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ നീ അത്രയ്ക്ക് വേർത്തി ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായാലും തോക്കുമെന്ന് ഏബിൾ പറയുകയാണ്. ഏബിൾ സംസാരിച്ച് തീർന്നതിന് മുമ്പ് തന്നെ മാഷല് ആ ഒരു ബൊമ്മേനെ വലിച്ചു പൊളിക്കുകയാണ്. ഇതെങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ് ഏബിൾ ആലോചിക്കുമ്പോഴാണ് മാഷൽ പറയുന്നത് നീ യൂസ് ചെയ്ത ത്രെഡുകളൊക്കെ ഞാൻ വിത്തിൻ സെക്കൻഡ്സ് പൊളിച്ചു. പക്ഷെ അത് ആരുടെ കണ്ണിലും കാണാൻ പറ്റില്ലല്ലോ, അത് അത്രയ്ക്ക് സ്പീഡിലല്ലേ വരുന്നതെന്ന് ഏബിൾ പറയുകയാണ്. അപ്പൊ ലെമണ് അവള് കണ്ട കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരികയാണ്. മാഷൽ ഒരു വിയേർഡ് ആയിട്ടുള്ള പോസ്റ്റിൽ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആ ഒരു ത്രെഡ് വന്നപ്പോൾ മാഷൽ അവന്റെ ലെഫ്റ്റ് സൈഡ് കൊണ്ട് ആ ഒരു ത്രെഡ് വലിച്ചു പൊട്ടിക്കുകയാണ്. അത് മില്ലി സെക്കൻഡ്സിനെ കാട്ടി സ്പീഡിലായിരുന്നു എന്ന് അവൾ ആലോചിക്കുകയാണ്. ഇവന് ഒരു ഹ്യൂമൻ ആണെന്ന് വരെ ലവ് ആലോചിക്കുകയാണ്. ഏബിളിന്റെ ദേഷ്യം വന്നിട്ട് അവന്റെ മൊത്തം മാജിക് യൂസ് ചെയ്തിട്ട് അവിടെ വലിയൊരു മോൺസ്റ്ററിനെ സ്പോൺ ചെയ്യുകയാണ്. പക്ഷെ മാഷൽ അതിനെയും കൈകൊണ്ട് ഇടിച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് വിത്തിൻ സെക്കൻഡ്സ് ഏബിളിന്റെ പിറകെ മാഷില് പോവുകയാണ്. ഏബിളിന്റെ പിറകെ പോയിട്ട് ഏബിളിനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ ചാടിയിട്ട് ഏബിളിനെ തലകുത്തനെ കൊണ്ടുവന്ന് തറയെ അടിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ഏബിൾ നമ്മുടെ അടുത്തൊരു കഥ പറയുകയാണ്. അവന്റെ അമ്മേനെ പറ്റിയുള്ള കഥയാണ് അവൻ പറയുന്നത്. എന്റെ അമ്മ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എന്റെ അമ്മ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എന്റെ അമ്മ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഫുഡും പൈസയും കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്റെ അമ്മേനെ ഒരാൾ കൊല്ലുകയാണ്. വേറൊന്നും കൊണ്ടല്ല, എന്റെ അമ്മ അയാൾക്ക് കുറച്ച് കൂടുതൽ ഫുഡ് കൊടുക്കാത്ത പേരിൽ. പക്ഷെ അതും ഒരു ഫേക്ക് ആയിട്ടുള്ള റീസൺ ആയിരുന്നു. എന്നിട്ട് അയാൾ പറയുകയാണ് നീ ജനിച്ചപ്പോൾ തൊട്ടേ ഭയങ്കര ലക്കി ആയതല്ലോ, ഇപ്പൊ നിന്റെ ലക്നെസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള പറയാണ്. അയാൾ പറയുകയാണ് എന്റെ അമ്മ അത്ര കൈൻഡ് ആയിരുന്നു, അമ്മ അത്രയും കൈൻഡ് ആവാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് അമ്മ മരിച്ചത്. പണമില്ലാത്തവര്, പണമുള്ളവര്, ശക്തിയുള്ളവര്, ശക്തി ഇല്ലാത്തവര് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവരെ വെച്ച ഒരു ടീം ഉണ്ടാക്കി. നീ എന്നെ തോപ്പിച്ചാലും ഒരു ടേം അതെന്നും സത്യമായിരിക്കും, വേറൊന്നുമല്ല. സ്ട്രെങ്തും പവറും ഇല്ലാത്തവര് ഈ ഒരു സൊസൈറ്റിക്ക് വെറും വേസ്റ്റ് ആണ് എന്ന് പറയാണ് ഏബിൾ. സൊസൈറ്റിയിൽ നല്ല പണവും സ്ട്രെങ്ത് ഉള്ളവർ ഒരിക്കലും വേസ്റ്റ് അല്ലെന്ന് ചോദിക്കുകയാണ് മാഷൽ. മെജോറിറ്റി ഓഫ് പീപ്പിൾസ് വീക്ക് സൈഡിലാണ് ഉള്ളതെന്ന് പറയാണ് ഏബിൾ. ശരി, ഞാൻ ഇപ്പൊ നിന്നെ തോപ്പിച്ചല്ലോ, ഇപ്പോഴെങ്കിലും ലെമണെ റിലീസ് ചെയ്യാൻ വേണ്ടി പറയാണ് മാഷൽ. ഓ, ഞാൻ തോറ്റുപോയല്ലേ, അപ്പൊ ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ റിലീസ് ചെയ്യാന്ന് പറയാണ് ഏബിൾ. നിന്റെ അമ്മയ്ക്ക് വേണ്ടി എത്ര ചെയ്തത്, എനിക്ക് തോന്നുന്നു നീ അത്ര ദുഷ്ടനല്ലെന്ന് പറയാണ്. അതിന് ഏബിള് അവന്റെ കൺട്രോളിൽ ഇരുന്ന എല്ലാവരെയും അവർ റിലീസ് ചെയ്യുകയാണ്. അവർ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവർ 3 പേരും അവിടെ ആഘോഷിക്കുകയാണ്. ഇത് കണ്ട് ഏബിൾ പറയാണ് ഇവരൊക്കെ പൊട്ടരല്ലേ അല്ലേ അമ്മ എന്നവൻ പറയാണ്. ഇതിനെല്ലാത്തിനും കാരണം ഞാനല്ലേ, ഐ ആം സോ സോറി എന്ന് ലെമൺ പറയുകയാണ് മാഷലിനോട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാരറ്റ് അവിടെ വരുന്നത്. മുഖമില്ലാതെയാണ് ബാരറ്റ് അവിടെ വരുന്നത്. അങ്ങനെ അവർ 4 പേരും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്ന ഒരാൾ മിസ്സിംഗ് ആണ്. എവിടെ ലാൻസ് എവിടെ എന്നവർ തപ്പുകയാണ്. ലാൻസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ലാൻസിനെ കാണിക്കണം. ലാൻസ് നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ എയിംസ് അവന്റെ പിറകെ വരികയാണ്. എയിംസ് അവരോട് ചോദിക്കുകയാണ് നീ ഇന്നസെന്റ് സീറോയിലുള്ള മെമ്പർ അല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് എയിംസ് ലാൻസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ അറ്റാക്ക് ലാൻസ് സിമ്പിളായിട്ട് മാറ്റുകയാണ്. എന്നിട്ട് പറയാണ് ഇവന്റെ മാജിക് സ്ട്രെങ്ത് ഇൻഫിനിറ്റ് ആണെന്ന്. എന്നിട്ട് ലാൻസ് എയിംസിനോട് ചോദിക്കുകയാണ് നീ എന്നെ കണ്ടുപിടിച്ചു എന്ന്. അപ്പൊ എയിംസ് പറയാണ് നീ എന്നെ കണ്ടുപിടിക്കാനാണ് ഇത്ര പാടെന്ന്. അവിടെ നിന്ന് ലാൻസ് അയാളുടെ യഥാർത്ഥ രൂപത്തിലോട്ട് വരികയാണ്. അത് ലാൻസ് അല്ല, ഇന്നസെന്റ് സീറോയുള്ള ഒരു ക്രിമിനലാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് രൂപമുള്ള എടുത്ത് എന്നിട്ട് നീ എന്നെ കണ്ടുപിടിച്ചല്ലോ, കൊള്ളാമെന്ന് അയാൾ പറയുക. ഞാൻ വിചാരിച്ചു നിന്നെ ഇങ്ങനെ പൊട്ടനാക്കാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റിയില്ല. അപ്പൊ എയിംസ് അവരോട് ചോദിക്കും നീ എന്തിനാണ് ഈ സ്കൂളിൽ വന്നതെന്ന്. അപ്പോൾ അവൻ പറയും എനിക്ക് ഈ സ്കൂളിൽ ഒരു ആവശ്യം, ഒരാൾ അന്വേഷിച്ച് നടക്കുകയാണ്, അയാൾ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ എയിംസ് ചോദിക്കുകയാണ് ഈ സ്കൂളിൽ നിനക്ക് എന്താണ് ആവശ്യം? അല്ല, നീ ചോദിക്കുമ്പോഴേക്കും റിപ്ലൈ ഞാനായിട്ട് നിന്റെ ഫ്രണ്ടോ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, എനിക്ക് വേറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുക. അല്ലെങ്കിൽ തന്നെ എന്നെ വേണം പറയാൻ. ആ ഏബിളിനെ വിശ്വസിച്ച് എല്ലാം പറഞ്ഞു വെച്ചിട്ട് അവസാനം അവ ഒന്നും ചെയ്തുമില്ല, ഞാൻ ഇവിടെ വരികയും ചെയ്തു എന്ന് അവൻ പറയാണ്. പെട്ടെന്ന് എയിംസ് അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ എയിംസിന്റെ അറ്റാക്ക് മറികടന്ന് അവൻ സ്പീഡിൽ പോവുകയാണ്. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം അവിടെ വേറൊരു അസാസിൻ അവിടെ വരും. എന്റെ പേര് ജോണി, ഞാൻ ഒരു സീരിയസ് അസാസിൻ ആണെന്ന് അയാൾ പറയാണ്. 2 ഫോർക്കും പിടിച്ചു ഇവിടം തൊട്ട് ഞാനാണ് നിന്റെ ഒപ്പോണന്റ് എന്ന് ആ ജോണി പറയുകയാണ്. ഇന്നസെന്റ് സീറോയിലത്തെ അവൻ എന്നെക്കാട്ടി സ്ട്രോങ്ങർ ആണ്, എന്നിട്ട് മാഷിലായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുമെന്ന് എയിംസ് ആലോചിക്കുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 11 തീരുകയാണ്. അടുത്ത എപ്പിസോഡാണ് ഫൈനൽ എപ്പിസോഡ്. അപ്പോൾ ഫൈനൽ എപ്പിസോഡ് ആരും മിസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സീസണിലത്തെ ഫൈനൽ എപ്പിസോഡാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ലേറ്റായി പോയി, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിന് മനസ്സിലാവും. ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വേറെ വോയിസും എൻഡിങ്ങിൽ എനിക്ക് വേറെ വോയിസും, വേറെ ഒന്നുമല്ല, എനിക്ക് ചെറുതായിട്ട് പനി പിടിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് യുവർ ആലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.